എന്തു പറ്റി? നീ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത്. പീരീഡ്സ് ആണോ? അതെടാ പീരീഡ്സാ. നല്ല പെയിനും ഉണ്ട്, ബ്ലീഡിങ്ങും ഉണ്ട്. നിനക്ക് ഫൈബ്രോയിഡ് ഉള്ളതല്ലേ? അതെ, അതിപ്പോ കുറെ നാളായിട്ടുണ്ടല്ലോ. അത് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണ്ടേ? സർജറി ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒരു പേടി. സർജറി കഴിഞ്ഞിട്ടുള്ള പെയിന്, പിന്നെ നമുക്ക് ഈ ജോബിന്റെ ഇടയ്ക്ക് ലീവ് എടുക്കണം. ആകെ ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ് ഞാൻ. അത് ശരിയാണ്, പക്ഷെ അത് ഒരുപാട് നാളായില്ലേ, വെച്ചോണ്ടിരിക്കണ്ട. നമുക്ക് എന്തെങ്കിലും അത് ചെയ്യാം. എടാ നോക്കാം. ഹലോ പറയടാ. എടാ, എനിക്ക് നല്ല പെയിൻ ഉണ്ട്. എടാ, നമുക്ക് എത്രയും പെട്ടെന്ന് അത് ചെയ്യാം. നീ ടെൻഷൻ അടിക്കാതെ. ആ. സർജറി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ? ഓക്കെ. റൈറ്റ്. അപ്പോൾ ഈ ബ്ലീഡിങ്ങും ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്ങും പെയിനുമാണ് നിങ്ങളുടെ മെയിൻ സിംറ്റംസ്. അപ്പോൾ ഇങ്ങനെ ഫൈബ്രോയിഡ് കാരണം ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്ങും പെയിന് വരുന്നതിന് നമുക്ക് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ള യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് കറൻ്റ്ലി അവൈലബിൾ ആണ്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ സിംറ്റംസ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ പറയാം. സോ ബേസിക്കലി യൂട്രസിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബോൾ പോലത്തെ ഒരു ഫൈബ്രോയിഡ്സ് ഇരിക്കുമ്പോൾ യൂട്രൈൻ മസിൽസ് എവറി മന്ത് യൂട്രസിൻ്റെ എൻഡോമെട്രിയം ഷെഡ് ഓഫ് ആകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ബ്ലീഡിങ് ഉണ്ടായിരിക്കും. ആ ബ്ലീഡിങ് എക്സസ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂട്രൈൻ മസിൽസിൻ്റെ ത്രൂ ഇങ്ങനെ ചെറിയൊരു ബ്ലഡ് വെസൽസ് വരാറുണ്ട്. അപ്പോൾ യൂട്രസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ ആ ബ്ലഡ് വെസൽസ് കട്ട് ഓഫ് ആവും, ബ്ലീഡിങ് സ്റ്റോപ്പ് ആവും. റൈറ്റ്. ബട്ട് ഇങ്ങനെ കൺട്രാക്ട് ആവുന്നത് കാരണം ചെറിയൊരു പെയിന് നമുക്ക് യൂട്രൈൻ മെൻസസ് ടൈമിൽ വരുന്നത്. അപ്പോൾ യൂട്രസിൻ്റെ മസിൽ ഫൈബേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ ബ്ലഡ് വെസൽസ് ഇങ്ങനെ വരും. അത് യൂട്രൈൻ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ആ ബ്ലഡ് വെസൽസ് കട്ട് ഓഫ് ആവും, ബ്ലീഡിങ് സ്റ്റോപ്പ് ആവും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബോൾ ഇരിക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, യൂട്രൈൻ മസിൽസിനെ അതിനെ അഡിക്വേറ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്തിട്ട് ആ ബ്ലഡ് വെസൽസിനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബ്ലീഡിങ് ഹെവി ആയിരിക്കും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്രൈൻ മസിൽസ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കൺട്രാക്ട് ചെയ്യാൻ നോക്കും. അപ്പം പെയിനും എക്സസീവ് ആയിരിക്കും. ഇതാണ് മെയിൻ റീസൺ ബ്ലീഡിങ്, ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് ആൻഡ് പെയിനുള്ളത്. ഈ രണ്ട് പ്രോസസ്സും നമുക്ക് ഈ ഫൈബ്രോയിഡ് ബോൾ പോലെ അവിടെ ഇരിക്കുന്നത് കാരണമാണ് വരുന്നത്. അപ്പോൾ ഈ ഫൈബ്രോയിഡ് അവിടെ ഇരുന്ന് തന്നെ നമുക്ക് ചുരുങ്ങി പോയാൽ ഈ രണ്ട് സിംറ്റംസും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആവും. 20 വർഷത്തിന് മുമ്പ് നമുക്ക് ഇതിന് സർജറി മാത്രമായിരുന്നു ഒരു ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സും അവൈലബിൾ ആണ്. അപ്പം ഈ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്രസിൻ്റെ അകത്തിരിക്കുന്ന ഈ ഫൈബ്രോയിഡ്സിന് സപ്ലൈ ചെയ്യുന്ന മുഴയ്ക്ക് നമ്മൾ ചെറിയൊരു ട്യൂബ് കയറ്റിയിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന ബ്ലഡ് സപ്ലൈ നമ്മൾ പാർട്ടിക്കിൾസ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ ഫൈബ്രോയിഡ്സിന് ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ആവും ആൻഡ് ഫൈബ്രോയിഡ്സ് അവിടെ ഇരുന്ന് തന്നെ ചുരുങ്ങിപ്പോവും. പിന്നെ രണ്ടാമത്തെ ഡൗട്ട് വരുന്നത്, ഇത് ചെയ്യുമ്പോൾ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. ഒന്നും വരില്ല. യൂട്രസ് ഓട്ടോമാറ്റിക്കലി ഓവർ എ പീരീഡ് ഓഫ് 2 to 3 months റിക്കവർ ആവും. ബൈ 6 months ആ റിക്കവറി കംപ്ലീറ്റ് ആയിരിക്കും. ആൻഡ് ബൈ 6 months നമുക്ക് ഈ ഫൈബ്രോയിഡ്സ് കാരണം വരുന്ന ബ്ലീഡിങ്ങും കുറഞ്ഞ് പിന്നെ നോർമലൈസ് ആയിട്ട് വരും. ഈ ഫൈബ്രോയിഡ്സിൻ്റെ സൈസ് കുറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് സിംറ്റംസ് ഇരിക്കുന്ന ഫൈബ്രോയിഡ്സ് കാരണം വരാൻ ചാൻസസ് ഇല്ല. അപ്പോൾ സർജറിയിൽ എൻറ്റയർ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾ ദ ഫൈബ്രോയിഡ്സ് കൂടെയാണ് റിമൂവ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. യൂട്രസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഫൈബ്രോയിഡ്സിനെ മാത്രം റിമൂവ് ചെയ്യുന്ന ചെറിയൊരു മയോമെക്ടമി പ്രൊസീജിയർ ഉണ്ട്. അതായത് യൂട്രസിൽ ചെറിയൊരു ഓപ്പണിങ് ചെയ്തിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന ഫൈബ്രോയിഡിനെ മാത്രം റിമൂവ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയറാണ്. അതും നമുക്ക് എംബോലൈസേഷൻ അല്ലാതെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ഫൈബ്രോയിഡ് മാത്രമാണ് ഉള്ളത്, അതിന് നമുക്ക് നീഡിൽ വെച്ച് കരിക്കുന്ന പ്രൊസീജിയർ അവൈലബിൾ ആണ്. അതാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് അബ്ലേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ്ലി ആ ഫൈബ്രോയിഡിൻ്റെ അകത്ത് ചെറിയൊരു നീഡിൽ വെച്ചിട്ട് ആ നീഡിലിൻ്റെ ടിപ്പിൽ ഹീറ്റ് ജനറേറ്റ് ആവും. ആ ഹീറ്റ് കാരണം ഫൈബ്രോയിഡ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് അവിടെ ഇരുന്ന് തന്നെ കരിഞ്ഞു പോകും. ആൻഡ് കരിഞ്ഞിട്ട് അത് അതേപോലെ സ്ലോലി അങ്ങനെ ചുരുങ്ങി ക്ലിയർ ആവും. സാർ, ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇത് പെയിൻഫുൾ ആയിരിക്കുമോ? പ്രൊസീജിയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ചെയ്യുന്നത് കാരണം ആ ഇമ്മീഡിയറ്റ് പോസ്റ്റ് പ്രൊസീജിയർ ടൈമിൽ ഒരു പെയിൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് 24 hours അതിനാണ് നമ്മൾ ICUയിൽ വെച്ചിട്ട് ഹൈ എൻഡ് മെഡിക്കേഷൻസ് കൊടുത്ത് അത് പെയിൻ കൺട്രോൾ ചെയ്യുന്നത്. മോസ്റ്റ്ലി ബൈ 24 hours നമ്മൾ ICU ഒന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി പെയിൻ ഫ്രീ. ഈ ചെറിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ ഇത്രയും പെയിൻ പോലും ഉണ്ടായിരിക്കില്ല. ഇത് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷനാണ്. അബ്ലേഷൻ പ്രൊസീജിയറിൽ സാധാരണമായിട്ട് തന്നെ യു വിൽ നോട്ട് ഹാവ് എനി പെയിൻ. പോസ്റ്റ് പ്രൊസീജിയർ കഴിഞ്ഞാൽ പെയിൻ ഒന്നും ഉണ്ടായിരിക്കില്ല. സാറ് പറഞ്ഞല്ലോ ഫൈബ്രോയിഡ് ചുരുങ്ങാൻ ടൈം എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിംറ്റംസ് മാറാനും ടൈം എടുക്കുമോ? റൈറ്റ്. സോ ഈ ഫൈബ്രോയിഡ്സ് നമ്മൾ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ചെയ്യുമ്പോൾ അത് അവിടെ ഇരുന്ന് ചുരുങ്ങണം. ഈ ചുരുങ്ങാനുള്ള കുറച്ച് ടൈം ഉണ്ടായിരിക്കും.
അത് യൂഷ്വലി ഒരു 3 to 6 മന്ത്സ് എടുക്കും. ബട്ട് ഈ 3 to 6 മന്ത്സ് നമുക്ക് ചുരുങ്ങാനുള്ള ടൈമിൻ്റെ ഇടയ്ക്കും നിങ്ങളുടെ സിംറ്റം ഫ്രീ ആയിരിക്കും. ബിക്കോസ് ബ്ലഡ് സപ്ലൈ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്ലീഡിങ് സിംറ്റംസും പെയിനും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. സോ ഫസ്റ്റ് 2-3 സൈക്കിൾസ് നിങ്ങൾക്ക് കൂടുതൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ സൈക്കിൾസ് സ്കിപ്പ് ആവാനോ സാധ്യത ഉണ്ട്. പേടിക്കേണ്ട. ഈ ബ്ലഡ് വെസൽസ് എല്ലാം റിക്കവർ ആയി, അതായത് നോർമൽ യൂട്രസിനുള്ള ബ്ലഡ് വെസൽസ് എല്ലാം കംപ്ലീറ്റ്ലി റിക്കവർ ആവും. പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര നാളത്തെ റെസ്റ്റ് നമ്മൾ എടുക്കേണ്ടി വരും? ആക്ച്വലി ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് കയ്യിലുള്ള റേഡിയൽ ആർട്ടറി അല്ലെങ്കിൽ കാലിലുള്ള ഫെമറൽ ആർട്ടറി ത്രൂ ആണ് നമ്മൾ പോയി ഈ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ കാലിൽ കൂടെ ആണെങ്കിൽ ഒരു 24 hours ബെഡ് റെസ്റ്റ് ഉണ്ടായിരിക്കും, കൈ കൂടെ ആണെങ്കിൽ ഒരു 6 hours ബെഡ് റെസ്റ്റ്. ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ബിയോണ്ട് ഒരു 24 hours യു ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ്. എല്ലാ റെഗുലർ ആക്ടിവിറ്റീസും നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും. ഒരു 2 ആഴ്ചത്തേക്ക് വെയിറ്റ് എടുക്കാൻ പാടില്ല ആൻഡ് ജിമ്മിൽ പോകാൻ പാടില്ല. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ റൊട്ടീൻ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ചെയ്യാം. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. ആഫ്റ്റർ 2 weeks ആ റെസ്ട്രിക്ഷൻ പോലും ഇല്ല. യു ക്യാൻ ഡു വാട്ട് എവർ ആക്ടിവിറ്റീസ് യു വാണ്ട് ടു. സാർ, ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഫ്യൂച്ചർ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുമോ? യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ കാരണം പ്രഗ്നൻസി എഫക്റ്റ് ചെയ്യില്ല എന്ന് കുറേ സ്റ്റഡീസിൽ ആൾറെഡി പ്രൂവൻ ആണ്. ഈ പ്രൊസീജിയർ കാരണം നമ്മൾ ഈ ബ്ലോക്ക് ചെയ്യുന്ന വെസൽസ്, നോർമൽ യൂട്രസിനുള്ള വെസൽസ് വിത്തിൻ 3 to 6 months നോർമലൈസ് ആവും. സോ ഒരു ഫസ്റ്റ് 6 months ഒരു ഗ്യാപ്പ് വേണം. ഈ പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു 6 months വരെ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുന്നത് ബെറ്ററാണ്. ആഫ്റ്റർ 6 months പ്രഗ്നൻസിയോ മിസ്കാരിയേജോ ബേബിയുടെ ഗ്രോത്തോ ഈ പ്രൊസീജിയർ കാരണം ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. പിന്നെ ഓവേരിയൻ ഫംഗ്ഷൻ അഫക്റ്റ് ആവുന്നത്, യൂഷ്വലി യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ കഴിഞ്ഞിട്ട് ഓവേരിയൻ ഫംഗ്ഷൻ അഫക്റ്റ് ആവുന്നത് വളരെ റെയറാണ്. ബിക്കോസ് നൗ നമുക്ക് വളരെ ഡിസ്റ്റലായിട്ട് പോയിട്ട് സ്പെസിഫിക് ആയിട്ട് പോയിട്ട് നമുക്ക് ഈ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും. സോ ഓവേരിയൻ ഫെയിലിയർ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. മോർ കോമൺലി ഒരു 45 and above ആൾക്കാരിൽ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ് അവർക്കൊരു 1 or 2 years പ്രീമച്യൂർ ആയിട്ട് ഈ മെനോപോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ലെറ്റ് സേ ദേ ആർ എക്സ്പെക്ടിങ് അറ്റ് 48 years, പ്രോബബ്ലി ഒരു 45-46 മെനോപോസ് വരാൻ ചാൻസ് ഉണ്ട്. ബിലോ 45 years ഒരു ഏർലി മെനോപോസ് ഓർ ഓവേരിയൻ ഫെയിലിയറിൻ്റെ ചാൻസസ് ഇല്ല.